കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളൻതണ്ണി ഒന്നാം പാറയിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന ഏറെ നേരമായി തമ്പടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇന്നലെ രാത്രി കൂട്ടമായി എത്തിയ ആനകൾ പുലർച്ചെയോടെ കാട് കയറിയെങ്കിലും ഒരു കുട്ടിക്കൊമ്പൻ മാത്രം സ്ഥലത്ത് തമ്പടിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിന് ശേഷം 10 മണിയോടെയാണ് ആനയെ കാട്ടിലേക്ക് തുരത്താനായത്. ഉരുളൻതണ്ണിയിലെ ഒന്നാം പാറ ഭാഗത്താണ് ഇന്നലെ രാത്രി 11 കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ കയറിയത്. അതിൽ ഒരു കുട്ടിക്കൊമ്പൻ പുലർച്ചയായിട്ടും തിരിച്ചു പോയില്ല. അത് ഇവിടെ ജനവാസ മേഖലകളിൽ കറങ്ങി നടക്കുകയായിരുന്നു. ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിൽ അതിനെ ഇപ്പോൾ 10 മണിയോടുകൂടി അതിനെ പുഴ കടത്തി അക്കരയ്ക്ക് കയറ്റി വിട്ടു. പക്ഷേ ഈ ആനക്കൂട്ടങ്ങളൊന്നും തന്നെ ദൂരത്തേക്ക് പോകുന്നില്ല. എല്ലാ ആനക്കൂട്ടങ്ങളും ഇവിടെ പുഴയുടെ സൈഡിൽ ഈ ഫോറസ്റ്റിൽ തമ്പടിച്ച് കിടക്കുകയാണ്. രാത്രിയാകുമ്പോൾ ഫെൻസിങ് ക്രോസ് ചെയ്ത് ജനവാസ മേഖലയിലേക്ക് വരികയും ജനങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, എത്ര സമയമാണ് ആനകൾ ഇവിടെ പരിഭ്രാന്തി സൃഷ്ടിച്ചത്? എങ്ങനെയാണ് പിന്നീട് തുരത്താൻ കഴിഞ്ഞത്? ഇപ്പോൾ മേഖലയിൽ ജനങ്ങൾ ഭീതിയോടുകൂടി തന്നെയാണ് തുടരുന്നത്. പ്രജീഷ്, ഈ ഉരുളൻതണ്ണി ഒന്നാം പാറ എന്നത് വലിയ ജനവാസ മേഖലയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് കാട്ടാനകൾ ഇറങ്ങി വരുന്നത് ഇപ്പോൾ സമീപകാലത്താണ് കൂടുതലായി ഉണ്ടായി തുടങ്ങിയത്. അതോടുകൂടി തന്നെ സ്വാഭാവികമായും ജനങ്ങൾ പരിഭ്രാന്തരാണ്. ഇന്നലെ രാത്രി 10 ആനകൾ അടങ്ങുന്ന ഒരു വലിയ കൂട്ടമാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. പുലർച്ചെ വരെ ഈ ആനക്കൂട്ടം ഈ ഒന്നാം പാറ ഭാഗത്ത് തമ്പടിക്കുകയായിരുന്നു. അവിടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. അങ്ങനെ ആനക്കൂട്ടം അവിടെ നിൽക്കുകയായിരുന്നു പുലർച്ചെ വരെ. അതിനിടയിൽ നാട്ടുകാർ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ മറ്റ് ആനകളെല്ലാം അടങ്ങിപ്പോയി ഒരു കുട്ടിക്കൊമ്പൻ മാത്രം അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും ആ കുട്ടിക്കൊമ്പൻ അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. പിന്നീട് വനം വകുപ്പും നാട്ടുകാരും ഒക്കെ സംഘടിച്ചെത്തി വീണ്ടും ഈ പടക്കം പൊട്ടിച്ച് ഭയപ്പെടുത്തിയാണ് ഈ കുട്ടിക്കൊമ്പനെ അല്പം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ രാവിലെ 9:45 കൂടിയാണ് ഈ കുട്ടിക്കൊമ്പനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും അവിടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ വ്യാപകമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ആനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള ഭീഷണിയും കൂടി ആളുകൾ നേരിടുകയാണ്. കാരണം വീടുകൾക്ക് നേരെ ആക്രമണം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു വരുന്നത്.